രണ്ട് ദൗത്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠാപുര പ്രോക്താമയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേണ യോഗിനാം എന്ന് 5159 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. ഈ ധർമ്മയുദ്ധത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യുദ്ധത്തിൽ, അല്ലയോ അർജുന, അറിവ് നേടി അറിവ് കൊടുക്കുന്ന മഹായജ്ഞം ജ്ഞാനയോഗികളെ പോലെ നീ നിർവഹിക്കുക. അറിവ് നേടി അറിവ് കൊടുക്കുന്ന മഹായജ്ഞം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചുമുള്ളത്. പ്രത്യേകിച്ചും നീ ആ കാര്യത്തിൽ നിമഗ്നനാവുക. അല്ലെങ്കിൽ കർമ്മയോഗേണ യോഗിനാം, ഒരു കർമ്മയോഗിയെ പോലെ പ്രവർത്തിക്കുക. ഓരോ മിനിറ്റും ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളും ഓരോ ടിഷ്യൂകളും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ നിർവഹണത്തിനായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ 2 തരത്തിലുള്ള പ്രവൃത്തിയാണ് ഉള്ളത്. ഒന്ന് ജ്ഞാനയോഗത്തിലൂടെ മുന്നേറുക, അല്ലെങ്കിൽ കർമ്മയോഗത്തിലൂടെ മുന്നേറുക. ഒന്ന് ഇൻ്റലക്ച്വൽ വർക്ക്, എഴുതുക, പ്രഭാഷണം നടത്തുക, സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിക്കുക, സത്യത്തെ നിലനിർത്താനും ധർമ്മത്തെ നിലനിർത്തുന്നവരെ നിലനിർത്താനുമായിട്ട് ഉപയോഗിക്കുക. മറ്റൊന്ന് ഈ മഹായജ്ഞത്തിൽ പ്രവർത്തിക്കുന്നവരെ ശാരീരികമായും മറ്റെല്ലാ തരത്തിലും സഹായിക്കുക. ഫിസിക്കൽ സപ്പോർട്ട്, ഒന്ന് ഇൻ്റലക്ച്വൽ സപ്പോർട്ട്, മറ്റൊന്ന് ഫിസിക്കൽ സപ്പോർട്ട്. ജനാധിപത്യം മസിൽ പവറിൻ്റെ പ്രദർശനമല്ല, ആയുധത്തിൻ്റെ പ്രദർശനവുമല്ല, ഒരു പരിധിവരെ ധനാധിപത്യത്തിൻ്റെ പ്രദർശനവുമല്ല. അത് ജനങ്ങളുടെ എണ്ണം. എത്ര വലിയവനും എത്ര ചെറിയവനും ഒരു വോട്ടേ ഉള്ളൂ. ഓരോ വോട്ടിനും ഒരു വിലയേ ഉള്ളൂ. അതുകൊണ്ട് ആ വോട്ട്, ആ കർമ്മം, അതൊരു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഈ രാഷ്ട്രത്തെ തകർക്കാൻ വരുന്നവരെ മുന്നേറാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള പ്രയാണമാകട്ടെ നമ്മുടെ ജനാധിപത്യം. അത് ഇന്ന് ലോകത്തിൽ പരീക്ഷിക്കപ്പെട്ടതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളൊരു സംവിധാനമായതുകൊണ്ട് അതിലൂടെ കയറി വരുന്നവർ തിന്മയുള്ളവരാവാം, നന്മയുള്ളവരാവാം. പക്ഷേ കയറ്റി വിടുന്നത് നന്മയുള്ളവരേ ആകട്ടെ. പ്രണാമം.